എൻ്റെ കുട്ടിക്കാലം തൊട്ട് കണ്ട് ആരാധിച്ചു വരുന്ന ദൈവിക രൂപമാണ് കുട്ടിച്ചാത്തൻ. തറവാട്ടിൽ രണ്ട് ആൽമരങ്ങൾ ഇടകലർന്നു നിൽക്കുന്ന വലിയ കരിങ്കൽ തറയിൽ മുടിക്കോലുമേന്തി കൽവിഗ്രഹത്തിൽ കുടികൊള്ളുന്ന കരിങ്കുട്ടിച്ചാത്തൻ. വർഷാവർഷം നടത്തിവരുന്ന പൂജയിൽ അച്ചച്ചൻ മുടിക്കോലുമായി ഉറഞ്ഞു തുള്ളുമ്പോൾ ഭയം കലർന്നൊരു ഭക്തി തോന്നിയിട്ടുണ്ട് കുട്ടിച്ചാത്തനോട്. കുട്ടിച്ചാത്തനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഇങ്ങനെയാണ്. ഭൃംഗാസുരൻ എന്ന അസുരനെ കൊണ്ട് പൊറുതിമുട്ടി അവനെ കൊല്ലാനായി വിഷ്ണുമായ അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ ജനിച്ചു എന്നാണ് ഐതിഹ്യം. പ്രധാനമായും മധ്യകേരളത്തിൽ ആരാധിക്കപ്പെടുന്ന കുട്ടിച്ചാത്തൻ്റെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര എന്ന ഗ്രാമമാണ്. തൻ്റെ ആയുധമായ കുറുവടി പിടിച്ച് എരുമയുടെ പുറത്തിരിക്കുന്ന ആൺകുട്ടിയായാണ് കുട്ടിച്ചാത്തൻ്റെ രൂപസങ്കല്പം. ഇനി കഥയിലേക്ക്. പണ്ട് മുനിമാരുടെ വേഷത്തിൽ ഭഗവാൻ ശിവനും പാർവതിയും കേരളത്തിലെ വനങ്ങളിലൂടെ യാത്ര ചെയ്തു. ഈ യാത്രക്കിടയിൽ മലയ വംശജരായ ഒരു ഗോത്രവർഗക്കാർ ശിവപാർവതിമാർക്ക് അഭയം കൊടുത്തു. അവിടെ വെച്ച് ശിവൻ സുന്ദരിയായ ഗോത്രവർഗത്തിലെ പെൺകുട്ടിയായ കൂളിവാകയെ കണ്ട് ഇഷ്ടപ്പെടുകയും തൻ്റെ ഇഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കൂളിവാക ഭഗവാനിൽ നിന്നും ഒഴിഞ്ഞുമാറി. തുടർന്ന് പാർവതീദേവി കൂളിവാകയുടെ വേഷത്തിൽ ശിവനോട് ചേർന്ന് അവരുടെ മകനായി ചാത്തൻ ജനിച്ചു. ഭൃംഗാസുരനെ അവസാനിപ്പിക്കുക എന്നതായിരുന്നു ചാത്തൻ്റെ ജന്മനിയോഗം. പിന്നീട് വളർന്ന ശേഷം ചാത്തൻ തൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ ആരെന്ന് മനസ്സിലാക്കി കൈലാസത്തിൽ ചെന്ന് ശിവനെയും പാർവതിയെയും കണ്ടു. അവിടെ വെച്ച് ശിവപാർവതിമാർ തങ്ങളുടെ മകന് യുദ്ധജ്ഞാനം പകർന്നു കൊടുത്തു. മാത്രമല്ല, വരാനിരിക്കുന്ന ഭൃംഗാസുരനുമായുള്ള യുദ്ധത്തിൽ പ്രയോഗിക്കാൻ ആയുധമായി 2 കുറുവടികളും കൊടുത്തു. പിന്നീട് ഭൃംഗാസുരനുമായുള്ള യുദ്ധത്തിൽ വിഷ്ണുമായയുടെ കയ്യിൽ മുറിവേറ്റ് രക്തത്തുള്ളികൾ വീണു. ഈ രക്തത്തിൽ നിന്നും 400 കുട്ടിച്ചാത്തന്മാർ ഉയർന്നു വന്നു. അതിൽ 10 പേർ ഭൃംഗാസുരൻ്റെ അമ്പേറ്റു വീണെങ്കിലും ബാക്കി 390 പേർ കുട്ടിച്ചാത്തനോട് ചേർന്ന് നിന്ന് യുദ്ധം വിജയിപ്പിച്ചു. അങ്ങനെ ചാത്തൻ മലയ ഗോത്രത്തിൻ്റെ സംരക്ഷകനായി മാറി. നമ്മുടെ പഴയ കഥകളിൽ പൂജയിലൂടെയും വഴിപാടുകളിലൂടെയും കാര്യം സാധിപ്പിക്കാൻ കഴിവുള്ള ഭീകരനായാണ് കുട്ടിച്ചാത്തനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് ചാത്തൻ സേവ എന്നും അറിയപ്പെടുന്നു. ദുഷ്ടശക്തികൾക്ക് കരിങ്കുട്ടിയെ ഭയമാണ്. ക്ഷേത്രവും വിഗ്രഹവും നിത്യപൂജയും ഒന്നും കരിങ്കുട്ടിക്ക് വേണമെന്നില്ല. കരിങ്കുട്ടിയുടെ മുന്നിൽ ദേവന്മാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നായപ്പോഴാണ് ശിവന്റെ ഉത്തരവ് പ്രകാരം ചാത്തനും പരിവാരങ്ങളും ഭൂമിയിൽ നിന്ന് കീഴ്ലോകത്തിലേക്ക് പോയത്. മാത്രമല്ല, മനുഷ്യർക്ക് ബാധോപദ്രവങ്ങൾ ഉണ്ടാക്കിയാൽ അവർ ഭയന്ന് പൂജയും ബലിയും നിവേദ്യവും തരുമെന്ന് ഭഗവാൻ ശിവൻ ചാത്തനോട് പറഞ്ഞത്രേ. കള്ളും ചാരായവും കോഴിയും പുട്ടും പപ്പടവും ഉണ്ണിയപ്പവും പായസവും അടയും പഴവും നിവേദ്യമായി നൽകി അറിയാവുന്ന രീതിയിൽ പൂജിച്ച് വിളിച്ചാൽ തന്നെ കുട്ടിച്ചാത്തൻ വിളിപ്പുറത്തെത്തുമെന്നാണ് വിശ്വാസം.